വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മൾ പ്രീവിയസ് ഇയറിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD ഇറിഗേഷനിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫുൾ ക്വസ്റ്റ്യൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാഗ് അടുപ്പിക്കേണ്ട, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. First question, the point at which the stress strain curve of a material ceases to be straight line is called. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് അതിൽ ആദ്യം ഒരു സ്ട്രെയിറ്റ് ആണ് വരുന്നത്, എന്നിട്ട് ചെറിയൊരു കർവ്, പിന്നെയാണ് അവിടെ വേരിയേഷൻസ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് ഏത് പോയിന്റ് വരെ എന്നാണ്. സോ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, ഏതാണ് ആ പോയിന്റ്? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. എന്താണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി? അതുപോലെ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാലും അത് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഒന്നിൻ്റെ ആൻസർ ബി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ബെൻഡിങ് മൊമെൻറ്റ്? ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആൽജിബ്രിക് സം ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഓൾ ഫോഴ്സസ് ടു ബി to the left of section. Bending moment is the algebraic sum of the moment of all the forces to be right of a section. Bending moment is defined as the algebraic sum of the moments of all the forces either to the left or to the right of the section, all the above. അപ്പോൾ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ സി ആണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് ആൻസർ കൊടുത്തിരിക്കുന്ന ഓൾ ദി എബോ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതിൽ വേറൊന്നുമല്ല, ഇതിൽ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ എടുത്താലും കറക്റ്റാണ്, റൈറ്റ് ഓഫ് ദ സെക്ഷൻ എടുത്താലും കറക്റ്റാണ്, എയ്തർ ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡ് ആയാലും കറക്റ്റാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ? ഓൾ ദി എബോ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനൊക്കെ സിമിലർ ആയിട്ട് നമ്മൾ എപ്പോഴും ഒക്കെ കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എ സൺഷെയ്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ബീം? സൺഷെയ്ഡ് എന്ന് പറയുമ്പം എന്തിനാണ് എക്സാമ്പിൾ? കാൻറ്റിലീവർ ബീം. If L is the unsupported length of the compression member, then the effective length of compression member effectively held in position at both ends but not restrained against the rotation. കറക്റ്റ് കോഡിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. IS 456 ആണ് കോഡ്. അപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ് ബുക്കിലെ ആ ഒരു പോർഷൻ. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ നോക്കാം. നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആണ്, അതും ബോത്ത് എൻഡ്സ് ആൻഡ് ബട്ട് നോട്ട് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. ഈ ഒരു കേസ് അല്ലേ നമുക്ക് പറഞ്ഞിരുന്നത്? എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. സോ നമുക്ക് ആൻസർ വരുന്നത് 1 × L ആണ് എന്ന് പറഞ്ഞാൽ L ആണ്. സോ അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? L. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എം ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് EI ഈസ് ദ ഫ്ലക്ചറൽ റിജിഡിറ്റി ഓഫ് എ ബീം, ദെൻ ദ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്നതല്ല, നമുക്ക് സ്ട്രെയിൻ എനർജി പഠിക്കുമ്പം കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. സോ സിമ്പിളാണ്, അതപ്പം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണിത്. നോർമലി നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താണ്? സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് U = ഇൻ്റഗ്രേഷൻ m²/2EI × dx ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് എഴുതേണ്ടത്? 5A ആണ്. ഓക്കെ, 0 to L ലിമിറ്റാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ m²/2EI dx ആണ് നമുക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഗ്രി ഓഫ് ഇൻഡിറ്റർമിനൻസി ഓഫ് പ്രോപ്ഡ് കാൻഡിലിവർ ബീം സബ്ജക്റ്റഡ് ടു ഇൻക്ലൈൻഡ് എക്സ്റ്റേണൽ ലോഡിംഗ് ഈസ് ഈക്വൽ ടു. സിമ്പിളാണ്. പ്രോപ്ഡ് കാൻഡിലിവറിൻ്റെ നോക്കിയാൽ മതി. പ്രോപ്ഡ് കാൻഡിലിവർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. ഓക്കെ, ഈ ഒരു രീതിയിലല്ലേ വരുന്നത്. ഇവിടെ വരുമ്പം 3 റിയാക്ഷൻസും ഇവിടെ വരുമ്പോൾ 1 വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്ന റിയാക്ഷൻ ഫോഴ്സ് 4 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? R-, അപ്പോൾ ഞാനിവിടെ എടുക്കുന്ന ക്യാപിറ്റൽ R ആയിട്ടാണ് എടുക്കുന്നത്. R = 4. R- സ്മോൾ r ചെയ്താൽ മതി. സ്മോൾ r എന്ന് വെച്ചാൽ നമുക്ക് നോർമലി ഉള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ 3 ആണ്, ഇവിടെ വന്നിരിക്കുന്ന 4. അപ്പം 4 - 3 എന്ന് പറയുന്നത് എനിക്ക് ആൻസർ 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ്. 6 ഓപ്ഷൻ A ആണ് കറക്റ്റായിട്ട് വരുന്നത്. സിമ്പിളാണ്. R- R ചെയ്താൽ മതി. പ്രോപ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരെൻഡ് ഫിക്സ്ഡ് ആണ്, അടുത്ത എൻഡിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ അപ്പം ഇങ്ങനെ 4 ആണ് റിയാക്ഷൻസ് വരുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷൻ 3. അപ്പോൾ 4 - 3 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ്. അപ്പോൾ നമുക്കറിയാം ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന്.
നോർമലി ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സസിൻ്റെ വേരിയേഷൻസ്, അതിൻ്റെ ആ ഫംഗ്ഷൻസ് ബേസ് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻസ്, സപ്പോർട്ടിലുള്ള റിയാക്ഷൻസ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, ഇതിൻ്റെയൊക്കെ വേരിയേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. അത് മൂവിങ് ലോഡ്സ് കാരണവും സെക്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻസ് ഡയഗ്രാം നോക്കുന്നത്. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ നിന്നൊക്കെ സ്ഥിരമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിലേതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ, പൊസിഷൻ ഓഫ് ലോഡ്സ് ഫോർ മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് values. 8th question നോക്കാം. Following assumptions are made while developing slope deflection method of analysis of a structure. Slope deflection method എന്ന് പറയുമ്പോൾ all joints are rigid ആണ്, shear deformations are neglected, distortion due to axial deformations are neglected. മൂന്നും എന്ത് തന്നെയാണ്? ഇതിൻ്റെ അസംഷൻസിൽ വരുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. In the moment distribution of analysis, the ratio of the moment shared by a member to the applied moment at the joint is called. ഓക്കെ, മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്താണെന്ന്. അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മൊമെൻ്റ് ഷെയർഡ് ബൈ എ മെമ്പർ ബൈ അപ്ലൈഡ് മൊമെൻ്റ് ഓഫ് ജോയിൻറ്റ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടുന്നത്. അല്ലെങ്കിൽ അതിനെ വേറൊരു രീതിയിൽ പറയാം, റേഷ്യോ ഓഫ് സ്റ്റിഫ്നെസ് ഓഫ് എ മെമ്പർ ടു സ്റ്റിഫ്നെസ് ഓഫ് എ ജോയിൻറ്റ്. അതിനെയും എന്ത് തന്നെയാണ് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് തന്നെയാണ് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ദാറ്റ് മെമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ആണ്. ആൻ എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റർ സ്ട്രക്ചർ. എക്സാമ്പിൾ ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റർ സ്ട്രക്ചർ. 3 ഹിഞ്ച്ഡ് ആർച്ച് ഉണ്ട്, സിംഗിൾ ഹിഞ്ച്ഡ് ആർച്ച്, 2 ഹിഞ്ച്ഡ് ആർച്ച്, ഫിക്സഡ് ആർച്ച്. ഇതും സ്ഥിരമായിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യം എങ്ങനെയാണ് നോക്കാം? നമുക്ക് ആദ്യം 3 ഹിഞ്ച് നോക്കാം. അപ്പോൾ 3 ഹിഞ്ച് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കുന്നത്? സോ 2 ഹിഞ്ച്, ഒരെണ്ണം ഇവിടെ, ഇതല്ലേ 3 ഹിഞ്ച് വരുന്നത്. അപ്പോൾ ഇതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 3c പ്ലസ് RE മൈനസ് 3 മൈനസ് RR. ഓക്കെ, ലൂപ്പ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 3 × 0 പ്ലസ് റിയാക്ഷൻസ് എത്രയാണ് വരുന്നത്? നോക്കിക്കേ, 4 റിയാക്ഷൻ അല്ലേ, മൈനസ് 3 അവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ, മൈനസ് ഇവിടുത്തെ ഹിഞ്ചസ് എങ്ങനെയാണ് പറഞ്ഞത്? നമുക്ക് എത്ര ഹിഞ്ചസ് ഉണ്ട്? 1 അല്ലേ. സോ നമ്മുടെ ആൻസർ എങ്ങനെ വരും? 4 മൈനസ് 3 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 നമുക്ക് എന്ത് വന്നു? 0 എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞു. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിന് എക്സാമ്പിൾ 3 ഹിഞ്ച്ഡ് ആർച്ചാണ്. ഇനി ബാക്കിയുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം, കാരണം ഇനി വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. സോ അടുത്ത് പറയുന്നത് 2 ഹിഞ്ച്ഡ് ആർച്ചാണ്. അപ്പോൾ 2 ഹിഞ്ച്ഡ് ആർച്ച് എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്? സോ ഇതാണ് 2 ഹിഞ്ച്, 2 ഹിഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, 2 ഹിഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മെയിനായിട്ട് ഇൻറ്റേർണലി വരുന്ന ഹിഞ്ചസ് ഇല്ല. അപ്പം നമുക്കിവിടെ ഇക്വേഷൻ 3c പ്ലസ് RE മൈനസ് 3 എന്ന് യൂസ് ചെയ്താൽ മതിയാവും. അറിയാമല്ലോ, ലൂപ്പില്ല, 0 പ്ലസ് ഇവിടെ എങ്ങനെയാണ് റിയാക്ഷൻ ഫോഴ്സസ് വരുന്നത്? 4 മൈനസ് 3 ആണ് = 1. അപ്പം നമുക്കത് കിട്ടി. 2 ഹിഞ്ച്ഡ് ആർച്ച് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആണെന്നാണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത സിംഗിൾ ഹിഞ്ച് നോക്കാം. സിംഗിൾ ഹിഞ്ച് എങ്ങനെയാണ് ഇരിക്കുന്നത്? ശ്രദ്ധിക്കുക, സിംഗിൾ ഹിഞ്ച് ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെയാണ് ഒരു ഹിഞ്ച് വരുന്നത്. അപ്പോൾ സിംഗിൾ ഹിഞ്ചിൻ്റെ ഫിഗറൊക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത 3c പ്ലസ് RE മൈനസ് 3 മൈനസ് RR ആണ് വരുന്നത്. ലൂപ്പില്ല, 0 പ്ലസ് ഇവിടുത്തെ റിയാക്ഷൻസ് എത്രയാണ് ഇടയിൽ വരുന്നത്? രണ്ടിലും കൂടെ 6 എണ്ണം വരും. അപ്പോൾ 6 മൈനസ് 3 മൈനസ് ഇവിടുത്തെ ഹിഞ്ച് എന്ന് പറയുന്നത് 1 ആണ്. 6 മൈനസ് 3 3 മൈനസ് 1 നമുക്ക് ആൻസർ വരുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതും അല്ലാന്ന് മനസ്സിലായി. ഇത് ഓരോന്നും അറിഞ്ഞിരിക്കണം, കാരണം അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏത് വരും എന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് ആർച്ചാണ്. ഓക്കെ, ഫിക്സഡ് ആർച്ച് 2 ഫിക്സഡ് ആണ്. സോ ഈ രീതിയിലായിരിക്കും വരുന്നത്. എങ്ങനെയാണ് അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ്? ഈ ഒരു രീതിയിലാണ്. 6 റിയാക്ഷൻ ഫോഴ്സാണ് വരുന്നത്. ഇൻറ്റേർണലി ഹിഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും? 3c പ്ലസ് RE മൈനസ് 3 ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എങ്ങനെ വരും? ലൂപ്പില്ല, 0 പ്ലസ് ടോട്ടൽ റിയാക്ഷൻ 6 മൈനസ് 3 നമുക്ക് ആൻസർ വരുന്നത് 3 ആണ്. അപ്പോൾ ബാക്കി കിട്ടിക്കഴിഞ്ഞില്ലേ? ആ കൂടെ നമുക്കിവിടെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? 3 ഹിഞ്ച്ഡ് ആർച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വോർട്ടെക്സ് മോഷൻ ഇൻ വിച്ച് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ട്രാവൽ അലോങ് സർക്കുലർ പാത്ത്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഈസ് ഫൗണ്ട് ടു ബി. ഓപ്ഷൻ എ ആണ് ആൻസർ, കോൺസ്റ്റൻറ്റ് അലോങ് ദ സർക്കുലർ പാത്ത്.
ഇനി ഇതിൽ ഈ ഒരെണ്ണം മാത്രമല്ല, കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി വേരിയിങ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു സർക്കുലർ പാത്തും വരാം എന്ന് തോന്നാം. പക്ഷേ ആൻസർ കൊടുത്തിരുന്നത് കറക്റ്റായിട്ട് കോൺസ്റ്റൻറ്റ് അലോങ് ദി സർക്കുലർ പാത്താണ്. 12th question. In the case of fluid flowing under constant head h through a circular orifice fixed in the side wall of a larger container, the coefficient of velocity. ഈസിയാണ്. ഓപ്ഷൻ എ ആണ്. വേരിയസ് ഫ്രം 0.95 to 0.98. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് സി വിയുടെ വാല്യൂ വാരി ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് റിയാക്ഷൻ ടർബൈൻ? റിയാക്ഷൻ ടർബൈൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ എൻറ്റേഴ്സ് ദ ടർബൈൻ അണ്ടർ പ്രഷർ, ഹെൻ ഇറ്റ് ഹാസ് പ്രഷർ എനർജി ആൻഡ് കാനറ്റിക് എനർജി. കറക്റ്റ് അല്ലേ? റിയാക്ഷൻ ടർബൈൻ ആണ്. അപ്പോൾ വാട്ടർ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് വരുന്നത്? പ്രഷർ എനർജി ആൻഡ് കാനറ്റിക് എനർജി. കറക്റ്റാണ്. അതുപോലെ തന്നെ ആക്സിയൽ ഫ്ലോ ടർബൈൻസ്, ദ ഫ്ലോ ഈസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദി വീൽ. അതും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതായിരിക്കും വരുന്നത്? 13C ആണ്, ബോത്ത് എ ആൻഡ് ബി. Centrifugal pumps are classified into volute pumps, the diffuser pumps based on എന്തിൻ്റെ ബേസിസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ടൈപ്പ് ഓഫ് കേസിംഗ് ആണ്. In the case of floating bodies, the condition of stable equilibrium is obtained when the metacenter. മെറ്റാസെൻറ്ററിൻ്റെ പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ നമുക്കറിയാം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ മെറ്റാസെൻറ്റർ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മുകളിലായിരിക്കും. സോ ലൈസ് എബോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് ബൊയാൻസി. കറക്റ്റ് അല്ലേ അത്? ബാക്കിയുടെ നോക്കിക്ക് ഏതെങ്കിലും കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടോ? ലൈസ് ബിലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ലൈസ് എബോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, കോയിൻസൈഡ് വിത്ത് സെൻറ്റർ ഓഫ് ബൊയാൻസി, കോയിൻസൈഡ് വിത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ആൻസർ ഏത് തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്? 15A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഹൈഡ്രോഗ്രാഫ് റെപ്രസെൻറ്റ്. ഇതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് അല്ല നമുക്ക് തന്നിരിക്കുന്നത്. നോക്കാം. ഗ്രാഫിക്കൽ പ്ലോട്ട് എ സ്ട്രീം ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് ദ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ഓഫ് ടൈം ദ ഡിസ്ചാർജ് വാസ് എക്സീഡഡ്, ക്യുമുലേറ്റീവ് ഫ്ലോ വോളിയം വേഴ്സസ് ടൈം കർ, ടെമ്പോറൽ വേരിയേഷൻസ് ഓഫ് ടോട്ടൽ റൺ ഓഫ് അറ്റ് എ ഗേജിംഗ് പോയിൻറ്റ് ഇൻ എ സ്ട്രീം ആൻഡ് നൺ. ഓക്കെ, നൺ ഓഫ് ദി എബോണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് സി തന്നെയാണ്. ടെമ്പോറൽ വേരിയേഷൻ ഓഫ് ടോട്ടൽ റൺ ഓഫ് അറ്റ് എ ഗേജിംഗ് പോയിൻറ്റ് ഇൻ എ സ്ട്രീം. 17th question. Infiltration property of a soil depend on. ഇൻഫിൽട്രേഷൻ പ്രോപ്പർട്ടിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യാം? സോയിൽ പ്രോപ്പർട്ടി, ഇനിഷ്യൽ സോയിൽ മോയ്സ്ചർ, പ്രീവിയസ് വെറ്റർ ഹിസ്റ്ററി, അങ്ങനെ എല്ലാം തന്നെ നമുക്കിതിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി. വെൽ yield per unit drawdown in the well is known as specific yield, specific capacity, cone of depression. അപ്പോൾ നമുക്കിതിൽ വരുന്ന ആൻസർ എന്ന് വെച്ചാൽ സ്പെസിഫിക് കപ്പാസിറ്റി ആണ്. ഓക്കെ, 18C ആണ് വരുന്നത്. വെൽ yield പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്പെസിഫിക് കപ്പാസിറ്റി. അടുത്ത് പറയുന്ന ആപ്ലിക്കേഷൻ ഓഫ് ഹൈഡ്രോളിക് ജംപ് ഇൻക്ലൂഡ്. ഹൈഡ്രോളിക് ജമ്പിൻ്റെ ആപ്ലിക്കേഷനാണ് പറഞ്ഞേക്കുന്നത്. ഡിസിപ്പേഷൻ ഓഫ് എനർജി ഓഫ് ഫ്ലോ ഡൗൺ സ്ട്രീംസ് ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ, ദ മെയിൻ്റനൻസ് ഓഫ് ഹൈ വാട്ടർ ലെവൽസ് ഇൻ ചാനൽസ്, മിക്സിംഗ് ഓഫ് കെമിക്കൽസ് ഫോർ വാട്ടർ പ്യൂരിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ആൻസർ വരുന്ന ഡി ആണ്. കാരണം ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുമ്പോൾ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാനും ഹൈ വാട്ടർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കെമിക്കൽസിൽ, വാട്ടർ പ്യൂരിഫിക്കേഷൻ കെമിക്കൽസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. If the coefficient of variation of the annual rainfall for a region is found to be 15, then it is. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്നാണ് ആനുവൽ റെയിൻഫോളിൽ പറയുന്നത്. 15 to 70% ആണ് നോർമലി നമുക്ക് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ 15 വരുന്നതെന്ന് പറയുമ്പോൾ റീജിയൺ ഓഫ് ഹൈ റെയിൻഫോളിലാണ്. റീജിയൺ ഓഫ് ഹൈ റെയിൻഫോളിൽ ആണ്.